ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണനാണ്. SUT ഹോസ്പിറ്റൽ പട്ടത്തെ പ്രധാന വാസ്കുലർ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലെ സീനിയർ കൺസൾട്ടൻ്റാണ്. ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ പോകുന്നത് നാം സാധാരണയായി കേൾക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ, ഈ രോഗങ്ങളെ പറ്റിയാണ്. എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്? നമുക്കെല്ലാം മനസ്സിലാവുന്ന മാതിരി കുറച്ചും കൂടെ പ്രായമായി വരുമ്പോൾ 50, 55, 60 വയസ്സ് മീതെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന പല സ്പെസിഫിക്കായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അതാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതേമാതിരി തന്നെ നമ്മൾ അത്രയും കാലം ജീവിച്ച് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ആരോഗ്യസ്ഥിതി ഏത് തരത്തിലാണോ അതിനുള്ള കാരണങ്ങൾ എന്താണ്, അതെങ്ങനെ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്യാം എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സാധാരണയായി ആണുങ്ങളിലാണ് ജീവിതശൈലി രോഗങ്ങൾ സാധാരണ കൂടുതലായി വരുന്നത്. വിശിഷ്യ വാസ്കുലർ ഓപ്പറേഷൻ, അതായത് രക്തധമനി രോഗങ്ങൾ എന്ന് പറയുന്നത് ആണുങ്ങളിലാണ് കൂടുതലാണ്. 10 പേരെടുത്താൽ 8 or 9 പേര് അതിൽ ആണുങ്ങളായിരിക്കും. കാരണം എന്തെന്നാൽ 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ആണ് എന്നുള്ള സെക്സ് വ്യതിയാനം, ഈ രണ്ടാണ് നമ്മൾ നോൺ മോഡിഫയബിൾ, നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത കാരണങ്ങൾ. പിന്നീട് നമ്മൾ പുകവലി ഉപയോഗിക്കുക, പിന്നെ പ്രമേഹം ഉണ്ടാവുക, പിന്നെ അതിക്രമം വിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉണ്ടാവുക, പിന്നെ നമ്മൾ അമിതമായ ഭക്ഷണം കഴിക്കുക, പിന്നെയുള്ളത് അമിതമായ ദേഹത്തിനുള്ള ഭാരമുണ്ടാവുക. അതേസമയം ഇന്നത്തെ കാലത്തെ എല്ലാവരും കമ്പ്യൂട്ടറിലിരിക്കുകയും ജോലി ചെയ്യുകയും നമ്മൾ എക്സസൈസ് വളരെ കുറച്ചാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് മോഡിഫയബിൾ കാരണങ്ങൾ എന്ന് പറയാം. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ നോൺ മോഡിഫയബിൾ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു അസുഖമില്ലാത്ത ആൾ പുകവലിക്കില്ല, പ്രമേഹമില്ല, ബ്ലഡ് പ്രഷറില്ല, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ സ്ട്രോക്ക് വന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ 2 കാരണങ്ങളാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തവ. സാധാരണയായി 40 വയസ്സ് 45 വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വളർച്ച അവസാനിച്ചു. പിന്നീട് നമ്മൾ ഭക്ഷണക്രമത്തിലും ചെറിയ തോതിലെങ്കിലും നമ്മൾ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഭക്ഷണത്തിൽ 25 or 30 വയസ്സിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പകുതിയോ അതിൽ കുറവോ മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. അതേമാതിരി തന്നെ ഏതെങ്കിലും തരത്തിൽ ഏറ്റവും നല്ലത് 1 കിലോമീറ്റർ നടക്കാൻ പറ്റുവാണ് ദിവസം, അല്ലെങ്കിൽ ട്രെഡ്മിൽ ഉണ്ടെങ്കിൽ ട്രെഡ്മിൽ വ്യായാമം, അല്ലെങ്കിൽ നമ്മൾ ജോഗിങ്, അതെല്ലാം നമുക്ക് പരിചയമുള്ള ഇതാണ്. ആഴ്ചയിൽ 4 or 5 ദിവസം ഇതേമാതിരി നമ്മൾ ഫിസിക്കൽ എക്സേഷൻ നമുക്ക് പറ്റാവുന്ന മാതിരി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആ എനർജി അത് നമ്മുടെ ശരീരഭാരം കൂട്ടാതെ, ശരീരത്തിലിരിക്കാതെ അത് കത്തിച്ച് കളയാൻ തന്നെ പറയാം. കാർബോഹൈഡ്രേറ്റ് വേണം, അതാണ് നമുക്ക് എനർജി, ഗ്ലൂക്കോസൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായും നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ പുകവലി കൃത്യമായും 35-40 വയസ്സ് ആ സ്വഭാവം ഉണ്ടെങ്കിൽ തന്നെ അത് നിർത്തിവെക്കേണ്ടതാണ്. അതുകൊണ്ടാണ് രക്തധമനി രോഗങ്ങൾ, ക്യാൻസർ എന്നത് മാത്രമല്ല പല അസുഖങ്ങളും നമുക്ക് ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ തീർച്ചയായും നമുക്ക് ഒരളവ് വരെ നിയന്ത്രിക്കുവാനും അത് വരാതെ നോക്കുവാനും പറ്റും. ഈ മാതിരിയുള്ള ഡിസിപ്ലിൻ ലൈഫ്, ജീവിതം ക്രമമായി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതശൈലി രോഗങ്ങളുടെ ഇമ്പാക്റ്റ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് വരാതിരിക്കുവാനുള്ള കാര്യങ്ങളുമാണ് ഞാൻ പ്രതിപാദിച്ചിരിക്കുന്നത്.